ഭയങ്കര സ്മൂത്ത് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തുള്ളത്. ഭയങ്കര ഒരു ലൈറ്റ് ആൻഡ് വെയ്റ്റ് സ്റ്റിയറിംഗ് വീല്. സോ ഇനി മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റാണ് ഈ ഒരു ഡെൽറ്റ പ്ലസ്. ഒരുപാട് ഫീച്ചേഴ്സ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഈ ഒരു വേരിയൻറ്റ്. ഒരുപാട് ഫാൻ ബേസാണ് ഫ്രോങ്സിനുള്ളത്. സോ നിങ്ങൾ ഇപ്പോൾ ഒരു ഫ്രോങ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. കാരണം ഈ സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് ഇതിൻ്റെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ്. മാരുതി സുസുക്കിയുടെ ലൈനപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവർക്ക് 2 തരം കാറ്റഗറീസ് ആണ് അവർക്കുള്ളത്. ഒന്ന് ഇൻഡസ് കാറ്റഗറി, അതല്ലെങ്കിൽ അറീന കാറ്റഗറി. സോ രണ്ടാമത്തെ വരുന്നത് നെക്സ കാറ്റഗറിയാണ്. സോ നെക്സ കാറ്റഗറി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള ഒരു വെഹിക്കിളാണ് എന്നതിൻ്റെ കൂടെയുള്ളത്. യെസ്, ഇറ്റ്സ് നെയിം മാരുതി സുസുക്കി ഫ്രോങ്സ്. ശരിക്കും ഇന്ത്യയിൽ ഒരുപാട് ഫാൻ ബേസാണ് ഫ്രോങ്സിനുള്ളത്. സോ നിങ്ങൾ ഇപ്പോൾ ഒരു ഫ്രോങ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. കാരണം ഇപ്പോൾ അനൗൺസ് ചെയ്ത ഓഫർ പ്രൈസ് ആണ്. സോ ഓഫർ പ്രൈസ് അറിയണമെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. ഈ വീഡിയോയിൽ അവസാനം ഇതിൻ്റെ ഓഫർ പ്രൈസ് പറയുന്നതാണ്. സോ ഇന്നെൻ്റെ കൂടെയുള്ളത് മാരുതി സുസുക്കി ഫ്രോങ്സിൻ്റെ ഡെൽറ്റ പ്ലസ് 80 ഗിയർ ബോക്സ് ആണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് എൻ്റെ കൂടെയുള്ളത്. സോ നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ജസ്റ്റ് നോക്കിയിട്ട് തരാം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സോ ലെറ്റ്സ് ഗോ ദ ഫുൾ വീഡിയോ ഓഫ് ഫ്രോങ്സ് ഡെൽറ്റ വേരിയൻറ്റ് ഗൈസ്. അപ്പോൾ ഇതാണ് മാരുതി സുസുക്കി ഫ്രോങ്സ് ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റ്. ശരിക്കും ഇന്ത്യയിൽ ഒരുപാടധികം ഫാൻ ബേസാണ് ഈ ഒരു ഫ്രോങ്സിനുള്ളത്. ഒരുപാട് പേര് യൂസ് ചെയ്ത് പല രീതിയിലും കസ്റ്റമൈസേഷൻ ചെയ്യുന്ന ഒരു മോഡലാണ് ഫ്രോങ്സ്. ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നത് ശരിക്കും ഇതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജിനാണ്. ഭയങ്കര അട്രാക്റ്റീവ് ഫീലാണ് ഇതിനൊരു ബോഡി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ എന്തായാലും അതിൻ്റെ ഓരോ പോർഷൻ എടുത്ത് പറയുന്ന സമയത്ത് ഡീറ്റെയിൽഡ് കുറിച്ച് പറയാം. സോ അതുപോലെ തന്നെ നമ്മൾ റോഡുകളിൽ കൂടുതലും കാണുന്നത് ഈ ഒരു ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റാണ്. സോ അതിന് മെയിൻ റീസൺ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റാണ് ഈ ഒരു ഡെൽറ്റ പ്ലസ്. ഒരുപാട് ഫീച്ചേഴ്സ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഈ ഒരു വേരിയൻറ്റ് മുതലാണ്. അതുപോലെ തന്നെ ഒരുപാട് ഷൈനിങ് എലമെൻറ്റ്സും ഈ ഒരു വേരിയൻറ്റിലാണ് വരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്ന് കണ്ടു തുടങ്ങാം. സോ ഫൈനലി ഇതാണ് ഫ്രോങ്സിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. ഫ്രണ്ടിൽ തന്നെ സുസുക്കിയുടെ വലിയ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും ഒരു ക്രോം പ്ലേറ്റിങ്ങും വന്നിട്ടുണ്ട്. ആ ക്രോം പ്ലേറ്റിംഗ് നേരെ DRൽ കയറിയ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡെൽറ്റ പ്ലസ് മുതലാണ് ഡാറ്റ റണ്ണിംഗ് ലാമ്പ് അഥവാ DRൽ സ്റ്റാർട്ടിങ് ചെയ്യണത്. നേരെ താഴത്തെ നോർമൽ ഡെൽറ്റ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് DRൽ ലഭിക്കില്ല. നേരെ താഴെ LED ലാമ്പാണ് വന്നിട്ടുള്ളത്. അതുപോലെ LED ലാമ്പും ഈ ഒരു ഡെൽറ്റ പ്ലസ് മുതലാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. നേരെ താഴത്തെ വരുന്ന എടുക്കുകയാണെങ്കിൽ ഒരു പ്രൊജക്റ്റഡ് ഹാലജൻ ലാംപ്സാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നേരെ താഴെ സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഡുവൽ കളറിലാണ് സ്കിഡ് പ്ലേറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗ്രില്ല് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് ഗ്രിൽ യൂണിറ്റും ഡിസൈൻ ചെയ്തത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. ഭയങ്കര മാസീവ് സൈസിലാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തത്. അത്രയും അട്രാക്റ്റീവ് ഫീലും നമുക്ക് ലഭിക്കും. സോ നേരെ ഹുഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു ഹുഡാണ് ഈ ഒരു വെഹിക്കിൾ വന്നുള്ളത്. വൈപ്പർ യൂണിറ്റ് കാണാൻ സാധിക്കും. മൂട്ടിയത് റിയർ പ്രൊഫൈൽ. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ റിയർ പ്രൊഫൈൽ വരുന്നത്. സോ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് വീൽസ് ഒരു 16 ഇഞ്ച് വീൽസാണ് ഒരു വെഹിക്കിൾ വരുന്നത്. പിന്നെ ടോപ്പിന് പോകുന്ന സമയത്ത് അലോയ് വീലും ടയർ ഇഞ്ച് സൈസും ഡിഫറൻസ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നത്, ബാക്കിൽ ഡ്രം ബ്രേക്സ്. ഒരു 4 സ്പോക്ക് വീലാണ് ഫ്രണ്ടിൽ വന്നുള്ളത്. ഈ ഒരു അലോയ് വീലും അത്യാവശ്യം അട്രാക്റ്റീവ് ഫീലാണ്. ഫുൾ ബ്ലാക്ക് തീമിലാണ് ഇതിൻ്റെ അലോയ് വീൽ വന്നുള്ളത്. സൈഡ് വ്യൂ മിറേഴ്സ്, അതിൽ തന്നെ 10 ഇൻഡിക്കേറ്റേഴ്സ്. സോ നിങ്ങൾ സിഗ്മ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ ഫെൻഡറിലായിരിക്കും ഈ ഒരു 10 ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. കാരണം അത് ബേസ് മോഡൽ കാരണമാണ് ഒരു ഫെൻഡറിൽ വന്നുള്ളത്. സോ ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിൽ കൂടുതൽ. ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് ഓവർ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. റൂഫ് റെയിലാണ് സാധിക്കും. ഷാർഫിൻ ആൻറ്റിനും നമുക്ക് റൂഫിൽ വന്നിട്ടുണ്ട്. സോ മൂവ് ടു ദ റിയർ പ്രൊഫൈൽ. റിയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്ലോപ്പിംഗ് ആണ്. കണ്ടോ, ഭയങ്കര അട്രാക്റ്റീവ് ഫീലാണ് ഈ ഒരു സ്ലോപ്പിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു കൂപ്പെ ഡിസൈൻ നമ്മൾ വിളിക്കാൻ സാധിക്കും ഈ ഒരു സ്ലോപ്പിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത്. സോ റിയറിൽ വേറെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ടൈലാം യൂണിറ്റ് ആണ്. ഒരു കണക്റ്റഡ് ടൈലാം യൂണിറ്റ് ആണ് ഇതിൻ്റെ റിയറിൽ വന്നുള്ളത്. അതും ഒരു നെക്സ ഡോട്ട്സ് എന്ന് പറയുന്നത് 3 ഡോട്ട്സ് ആണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. റിഫ്ലക്ഷൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. റിയർ പാർക്കിംഗ് സെൻസേഴ്സും നമുക്ക് വന്നിട്ടുണ്ട്. ഡിഫോക്കൽ ലൈൻസ്, ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പും റിയറിൽ കാണാനായിട്ട് സാധിക്കും. ഫ്രോങ്സിലൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. റിയർ ബമ്പറും ഒരു ഡോൾട്ടൺ കളറിലാണ് റിയർ ബമ്പേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇനി ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു ബൂട്ട് കപ്പാസിറ്റി ഒരു വെഹിക്കിൾ വരുന്നുണ്ട്. കണ്ടോ, അത്യാവശ്യം ബൂട്ട് കപ്പാസിറ്റി വരുന്നുണ്ട്. സോ ഈ ഒരു പോർഷനിൽ ടൂൾ ബോക്സ് കാണാൻ സാധിക്കും. ജാക്കി കാരണം ഈ ഒരു ബോക്സിലാണ് വരുന്നത്. സോ നേരെ ഓപ്പൺ ആക്കിയാൽ കാണാനായിട്ട് സാധിക്കും. സോ ഇവിടെ ട്രയാങ്കിൾ വരുന്നുണ്ട്. അതിന് വേണ്ട ടൂൾ ബോക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. നേരെ താഴെയാണ് ഇതിൻ്റെ സ്പെയർ വീൽ വരുന്നത്. ഒരു 15 ഇഞ്ച് സ്പെയർ വീൽസാണ് ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. സ്റ്റീൽ വീൽസ്. 60/40 സ്പ്ലിറ്റഡ് സീറ്റാണ് റിയറിൽ വന്നുള്ളത്. പാർസൽ ട്രേ വരുന്നുണ്ട്. റിമൂവൽ പാർസൽ ട്രേയാണ് വരുന്നത്. മാനുവൽ ക്ലോസ് ചെയ്യുന്ന ടെയിൽ ഗേറ്റ്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു റിയർ പ്രൊഫൈൽ വരുന്നത്. മൂവ് ടു ദ ഇൻറ്റീരിയർ. സോ ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ
അതിൻ്റെ ഒരു കളർ തീമാണ് കണ്ടോ. അത്യാവശ്യം അട്രാക്റ്റീവ് രീതിയിലുള്ള ഒരു കളർ തീം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡോർ പാഡ് ഇവിടെ നമുക്ക് 3 ടോൺ കളേഴ്സ് കൊടുത്തുള്ളത്. ഒരു ബ്ലാക്ക് ഫിനിഷ്, കോഫി ബ്രൗൺ, പിന്നെ വേറൊരു മെറ്റീരിയലും ഇവിടെ യൂസ് ഉണ്ട്. ഒരു 3 ടോൺ കളേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പവർ വിൻഡോ സ്വിച്ചസ് താഴെ കൊടുത്തിട്ടുണ്ട്. ലോക്ക് അൺലോക്കും ഈ ഒരു പോർഷനിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. നേരെ താഴെ സ്റ്റോറേജ് സ്പേസും ഒരു വാട്ടർഫുൾ ഹോൾഡറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ട്രാഷ് കൺട്രോൾ ഓഫ് ബട്ടൺ, ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ അതുപോലെ തന്നെ ഈ ഒരു എലമെൻ്റൊക്കെ ഒരു കാർബൺ ഫൈബർ മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 3D കാർബൺ ഫൈബർ മെറ്റീരിയൽ. സോ നേരെ അകത്തോട്ട് ഇരുന്ന് അവിടുത്തെ വിശേഷങ്ങൾ നോക്കി നോക്കാം. സോ ഇനി ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് കണ്ടു തുടങ്ങാം. സുസുക്കിയുടെ ലൈനപ്പിലെ ഐഡൻറ്റിറ്റി തരുന്ന ഒരു ക്യാരക്ടറോട് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മീഡിയ കൺട്രോൾ ബട്ടൺസ് ആണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. നേരെ താഴെ ഫോൺ കണ്ടിന്യൂറ്റി, കോൾ ഡിക്ലൈൻ ചെയ്യാനും അറ്റൻഡ് ചെയ്യാനുള്ള ബട്ടൺസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗും ഭയങ്കര സ്മൂത്ത് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ഒരു ലൈറ്റ് ആൻഡ് വെയ്റ്റ് സ്റ്റിയറിംഗ് വീൽ. സോ ഇനി ക്ലസ്റ്റർ വീലിനെ കുറിച്ച് പറയുന്ന സമയത്ത് 2 അൺലോക്ക് മീറ്റേഴ്സും സെൻട്രൽ ചെറിയ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. സ്പീഡോമീറ്റേഴ്സ് ആൻഡ് RPM ഗേജ് ഡിജിറ്റൽ കൊടുത്തിട്ടില്ല, ഒരു അൺലോക്ക് ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ നമുക്ക് ഒരുപാടധികം ഇൻഫർമേഷനും നമുക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു നോബ് വെച്ച് കൺട്രോൾ ചെയ്താൽ ഒരുപാട് ഇൻഫർമേഷനും താഴെ അറിയാൻ സാധിക്കും. ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് അതിൽ വന്നിട്ടുള്ളത്. സോ നേരത്തെ സെൻട്രൽ കൺസോളിൽ പോവുകയാണെങ്കിൽ ഇൻഫോടൈം സിസ്റ്റം വരുന്നുണ്ട്. ഇതിലും അത്യാവശ്യം കണക്റ്റിവിറ്റി ഫീച്ചേഴ്സിന് ഇൻഫോടൈം സിസ്റ്റത്തിലും വരുന്നുണ്ട്. സോ ഇതിൽ റിവേഴ്സ് ക്യാമറ ഇല്ല, സെൻസറാണ് വന്നിട്ടുള്ളത് കേട്ടോ. ക്യാമറ പകരം ഒരു സെൻസറായിട്ട് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ നിന്ന് ഇൻബിൽഡ് ആക്സസ് ആയിട്ട് ചെയ്യണം ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ. സോ നേരെ താഴെ ഹസാർഡ് ലാമ്പ്, അതുപോലെ തന്നെ AC വെൻ്റ് കാണാൻ സാധിക്കും. ഇവിടെയും അവർ കാർബൺ ഫൈബർ മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നേരെ താഴെ ഓട്ടോമാറ്റിക് ക്ലൈം കൺട്രോൾ AC, ബേസ് മോഡിൽ മുതലേ ഒരു ഓട്ടോമാറ്റിക് ക്ലൈം കൺട്രോൾ AC നമുക്ക് വരുന്നുണ്ട്. നേരെ താഴെ ടൂളോട് ചാർജിങ് സോക്കറ്റ്, ഒരു USB പോർട്ടും ഇവിടെ വന്നിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. 2 കപ്പ് ഹോൾഡേഴ്സ്, 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണത് 80. സോ മാനുവൽ ഹാൻഡ് ബ്രേക്ക് കാണാൻ സാധിക്കും. ഹാൻഡ് റെസ്റ്റ് ഈ ഒരു വേരിയൻറ്റിൽ മിസ് ഔട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്സിസ് ആയിട്ട് ചെയ്യണം. ഇൻബിൽഡ് ഷോറൂമിൽ നിന്ന് ആക്സിസ് ലഭിക്കുന്നതാണ്. സോ ഡാഷ് ബോർഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് കളർ തീമിലോട് വരുന്ന ഒരു ഡാഷ് ബോർഡാണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. ഗ്ലൗ ബോക്സ്, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടൊരു ഗ്ലൗ ബോക്സ് ആണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. റിയർവ് മിറേഴ്സ് കാണാൻ സാധിക്കും. സോ ഇത് മാനുവൽ ഡിമ്മേന് റിയർവ് മിറേഴ്സ് വന്നിട്ടുള്ളത്. സൺഷെയ്ഡ്, റീഡിങ് ലാംപ്സ്, പാസഞ്ചറിൽ മിറർ വന്നിട്ടുണ്ട്. ഡ്രൈവ് സൈഡ് എംപ്റ്റി ആണെങ്കിലും പാസഞ്ചറിൽ മിറർ കൊടുത്തിട്ടുണ്ട്. അതൊരു പ്ലസ് പോയിന്റ്. സോ അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ് ഒരു ഫ്രോങ്സിന് വരുന്നത്. സോ ഇനി നെക്സ്റ്റ് സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് ഇതിൻ്റെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ്. അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് ലഭിക്കും ഇതിൻ്റെ സെക്കൻഡ് റോയിൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പേർന്ന് കണ്ടു തുടങ്ങാം. പവർ വിൻഡോ സ്വിച്ച് കാണാൻ സാധിക്കും. ഡോർ ലോക്ക് അൺലോക്കും ഈ ഒരു വേരിയൻറ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരെ താഴെ സ്റ്റോറേജ് സ്പേസും വന്നിട്ടുണ്ട്. ഒരു സ്പീക്കർ യൂണിറ്റും നമുക്ക് കാണാൻ സാധിക്കും. സോ നേരെ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ലെഗ് റൂം നമുക്കൊരു വെഹിക്കിൾ ലഭിക്കുന്നുണ്ട് കണ്ടോ. അത്യാവശ്യം നല്ല സ്പേസും കൂടി ലഭിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ടൂൾ അടിച്ച് ചാർജിങ് സോക്കറ്റ് വന്നിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. ഹെഡ് റൂം ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂമും ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് റോണി ഒരു വെഹിക്കിൾ വന്നുള്ളത്. സോ ഇതിൻ്റെ പുറത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്ലോപ്പിംഗ് ഉള്ള കാരണം സ്പേസ് കുറവെന്ന് തോന്നും. സോ അത്യാവശ്യം ഹെഡ് റൂമും ഒരു വെഹിക്കിൾ വരുന്നുണ്ട്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിനെ കുറിച്ച് പറയാനുള്ളത്. സോ നെക്സ്റ്റ് നോക്കാനുള്ളത് ഇതിൻ്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻ ആണ്. സോ ഇനി എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കൊരു 3 രീതിയിൽ എഞ്ചിൻ അവൈലബിൾ ആണ്. 1.2 ലിറ്റർ കാസ് സീരീസ് നോർമൽ പെട്രോൾ എഞ്ചിനും 1 ലിറ്റർ ബൂസ്റ്റ് ടെർബോ എഞ്ചിനും അതുപോലെ തന്നെ 1.2 ലിറ്റർ CNG ഓപ്ഷനിലും നമുക്കൊരു വെഹിക്കിൾ അവൈലബിൾ ആണ്. സോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു 1.2 ലിറ്റർ കാസ് സീരീസ് നോർമൽ പെട്രോൾ എഞ്ചിനാണ്. സോ 90 bhp പവറും 130 Nm ടോർക്കും ഈ ഒരു വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പെർഫോമൻസ് ഈ ഒരു വെഹിക്കിൾ തരുന്നതാണ്. സോ CNG ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു മൈലേജും ഈ ഒരു വെഹിക്കിൾ തരുന്നുണ്ട്. CNG ഷോറൂമിൽ ഇൻബിൽഡ് ഷോറൂമിലാണ് വരുന്നത് ഈ ഒരു എഞ്ചിൻ ഓപ്ഷൻസ്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു എഞ്ചിൻ ബേ വരുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് മാരുതി സുസുക്കി ഫ്രോങ്സ് ഡെൽറ്റ പ്ലസിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഓഫർ പ്രൈസ് അറിയാനാണ്. അപ് ടു 1 lakh ആണ് ഇതിൻ്റെ ഓഫർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. സോ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. റെഡി സ്റ്റോക്ക് നമ്മളിൽ ലിമിറ്റഡ് സ്റ്റോക്ക് അവൈലബിൾ ആണ്. മോർ ഡീറ്റെയിൽസ് നമ്പർ കൊടുത്ത് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രം അവൈലബിൾ ഉള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോ വരെ ചെറിയ ബ്രേക്ക്, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.